ഇന്നലെ വരെ കറതീർന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാള് എങ്ങനെയാണ് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വർഗവഞ്ചകനും പാർട്ടി വിരുദ്ധനും ചതിയനുമൊക്കെയായി മാറുന്നത്? നമ്മുടെ ജി സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജി സുധാകരൻ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തെ വിമർശിച്ചു. പാർട്ടിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ നിലപാടുകളെ പറ്റി വിമർശനാത്മകമായിട്ട് സംസാരിച്ചിട്ടില്ല. അതിനെ എതിർത്തിട്ടില്ല. എന്തിന് പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് ശരിയാ. പാർട്ടിയുടെ പോക്കിലെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചു. അത് മാത്രമല്ല, 63 വർഷമായിട്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായ തനിക്ക് 15ാമത്തെ വയസ്സിൽ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതാ. അദ്ദേഹത്തിന് പാർട്ടി അണികളിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച്, അധിക്ഷേപത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം അമ്പലപ്പുഴ മണ്ഡലത്തില് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നും പറഞ്ഞു. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല, സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് എന്നും പറഞ്ഞു. അതിന്റെ തലേന്ന് രാത്രി CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി സുജാതയും അടക്കം CS സുജാതയും അടക്കമുള്ള നേതാക്കള് നമ്മുടെ സുധാകരനെ പോയി കണ്ടതാ. അദ്ദേഹത്തോട് ദീർഘമായി സംസാരിച്ചതാ. അക്ഷരാർത്ഥത്തിൽ കാലിൽ പിടിച്ചു, കാല് തിരുമ്മി കൊടുത്തതാ. അങ്ങ് പോകരുത്, പാർട്ടി വിട്ടു പോകരുത്, അങ്ങ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിച്ച ആളാണ്, ആലപ്പുഴയില് സമീപകാലത്ത് പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ആളാണ്, അതുകൊണ്ട് അങ്ങ് പോകരുത്, അയ്യോ ചേട്ടാ പോകല്ലേ എന്ന് കരിഞ്ഞു വിളിച്ചു പറഞ്ഞതാ. പക്ഷേ ജി സുധാകരൻ അത് കേട്ടില്ല എന്നുള്ളത് ശരിയാണ്. പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു. അതോടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർഗവഞ്ചകനായി, പാർട്ടി വിരുദ്ധനായി, ചതിയനായി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പില് അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കുന്നു, വലിയ വാൾ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ചുവരെഴുത്തുകൾ. അങ്ങനെ അദ്ദേഹത്തെ ഇനി വിളിക്കാൻ വേറെ വാക്കുകളൊന്നുമില്ല. പാർട്ടിക്ക് ഒരു ഡിക്ഷണറി ഉണ്ടല്ലോ, ആ ഡിക്ഷണറിയില് പാർട്ടിയുടെ ശത്രുക്കളെ വിവരിക്കാൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടി വിരുദ്ധരാക്കി മാറ്റി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. ഇത് MV രാഘവന്റെയും KR ഗൗരിയമ്മയുടെയൊക്കെ കാര്യത്തില് അടുത്ത കാലത്ത് സംഭവിച്ച് നമ്മൾ കണ്ടതാ. CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 നേതാക്കളിൽ ഒരാളായിരുന്നു MV രാഘവൻ. അദ്ദേഹം ഒരു ബദൽ രേഖ അവതരിപ്പിച്ചു. CPM-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമായ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു ആ ബദൽ രേഖ എന്ന് പറയുന്നത്, അല്ലാതെ പാർട്ടി വിരുദ്ധ രേഖയായിരുന്നില്ല. അതുപയോഗിച്ച് അന്ന് EMS-ഉം VS അച്യുതാനന്ദനും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ അടിമുടി വെട്ടി നടത്തി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് പാർട്ടി വിരുദ്ധനാവുകയല്ല ചെയ്തത്. അദ്ദേഹത്തെ ശാസിക്കുന്നു, അദ്ദേഹത്തെ പുറത്താക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോവുകയാണ്. KR ഗൗരിയമ്മ അതുപോലെ തന്നെയായിരുന്നു. കേരളം കേരള നാട്ടില് KR ഗൗരി നമ്മെ ഭരിക്കും, നമ്മളെ നയിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചതാണ്. അറിയപ്പെടുന്ന CPM നേതാക്കള്, CPM-ന്റെ ആദ്യകാലം മുതലുള്ള പ്രധാന നേതാക്കളിൽ ഒരാള്. അവരെ എങ്ങനെയൊക്കെയാണ് പാർട്ടി ഒന്ന് പുകച്ചു പുറത്തു ചാടിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ ജി സുധാകരന്റെ കഥ അതല്ല. അദ്ദേഹം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തലേ രാത്രി വരെ പാർട്ടിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. MA ബേബി അങ്ങനെ പറഞ്ഞതാ. ഈ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രമല്ല, ഈ MA ബേബിയോടെ പോയി സംസാരിച്ചതാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സുധാകരൻ സഖാവ് അങ്ങനൊന്നും പാർട്ടിയെ വിട്ട് പോവുകയില്ലെന്നാണ്. പക്ഷെ അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞു, സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനം പറഞ്ഞു. അതോടെ അദ്ദേഹം പാർട്ടി വിരുദ്ധനായി. അദ്ദേഹം തന്റെ പത്രസമ്മേളനത്തില് പിണറായി വിജയനെ പോലും വിമർശിച്ചില്ല എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. സജി ചെറിയാനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെതിരായിട്ട് 22 കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്ന കുറ്റപത്രം നൽകിയ എളമരം കരീമിനെ കുറിച്ച് പറഞ്ഞു. ഈ കരീം മലബാറിലെ CPM പ്രവർത്തകരെ കൊണ്ട് തന്നെ കരീമിക്ക എന്ന് വിളിപ്പിക്കാൻ നടത്തിയ ശ്രമം വരെ പറഞ്ഞു. സലാം അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുത്ത ആള്, അമ്പലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA, അവരെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പോലും പറഞ്ഞില്ല. എന്തിന് തന്നെ പരിഹസിച്ച, പത്രപ്രവർത്തകരുടെ മുമ്പിൽ അപഹസിച്ച MV ഗോവിന്ദൻ മാഷിനെ കുറിച്ച് പോലും അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ പാർട്ടിയുടെ ദുഷ്ചെയ്തികൾ, ഇപ്പോഴത്തെ നേതൃത്വം സഞ്ചരിക്കുന്ന അപകടകരമായ വഴി, തെറ്റായ വഴിത്താരകള്, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന്റെ പേരിലാണ് ഒറ്റ രാത്രിയോട് അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനും വഞ്ചകനും ചതിയനും ഒക്കെ ആയിട്ട് മുദ്രകുത്തിയത്. ഇപ്പോൾ അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അത് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, ആരുടെയും പിന്തുണ തേടുന്നില്ല. ആർക്കും പിന്തുണയ്ക്കാം, അദ്ദേഹത്തിന് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, അദ്ദേഹത്തെ പിന്താങ്ങാം. അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും UDF ഈ അവസരം ഉപയോഗിക്കും. അവര് ജി സുധാകരന് പിന്തുണ നൽകും. അതൊരു പക്ഷെ വടകരയില് KK രമയ്ക്ക് പിന്തുണ നൽകിയ രീതിയിൽ പുറത്തു നിന്നുകൊണ്ട്, മുന്നണിയുടെ ഭാഗമായി രമയെ അംഗീകരിച്ചുകൊണ്ടല്ല
അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ UDF പങ്കാളികളായത്. അതുപോലെ ഒരു വടകര മോഡലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ മത്സരം വളരെ ശ്രദ്ധാകേന്ദ്രമാവും, പ്രാധാന്യം അറിയിക്കുന്നതാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് CPM-ലെ ഒരു വിമതൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാവില്ല. അതല്ല അതിന്റെ പ്രാധാന്യം. അല്ലാതെ സുധാകരൻ സലാമിനെതിരെ മത്സരിക്കുന്നു എന്നതുമല്ല അതിന്റെ പ്രാധാന്യം. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഉപേക്ഷിച്ച ഒരു സംവിധാനവും തമ്മിലുള്ള മത്സരമായിരിക്കും. അതായത് പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ടെന്ന് കേരളത്തിലെ CPM-ൽ. അത് വളരെ പ്രത്യേകതകളുള്ളതാണ്. അതിനോട് യോജിക്കുന്ന ആളല്ല വാസ്തവത്തിൽ സുധാകരൻ. ആ ശൈലി അദ്ദേഹത്തിന് ഇല്ല, ഒട്ടുമേ ഇല്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റും മറുഭാഗത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര ശക്തികളുടെ പ്രതിനിധിയും തമ്മിൽ ഉള്ളൊരു മത്സരമായിരിക്കും. നമുക്ക് സുധാകരനെ കുറിച്ച് അറിയാം. പറഞ്ഞല്ലോ, 63 വർഷമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. MLA ആയിട്ടുണ്ട്, പലവട്ടം 2 തവണ മന്ത്രിയായിട്ടുണ്ട്. പാർട്ടിയുടെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. SFIയുടെ മുൻഗാമിയായ KSFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തുടങ്ങിയതാണ്. പിന്നീട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. അങ്ങനെ നമുക്ക് സുധാകരനെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തിനിടയിൽ ഒരു കറയും ഒരു ആരോപണവും അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ ശുഭ്രമാണ്. അതിലൊരു കറയുടെ ഒരു തുള്ളിക്കറ പോലും വീണിട്ടില്ല. അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയല്ല പാർട്ടി പ്രവർത്തനം നടത്തിയത്. അദ്ദേഹത്തിന് സ്വജന പക്ഷപാതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന, പാർട്ടി സൗകര്യങ്ങളെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് ലഭിച്ച അധികാരത്തെ ഉപയോഗിക്കുന്ന ദുഷ്പ്രവണതകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നല്ല ഉറച്ച മതേതരവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തന്നെ ചില മത തീവ്രവാദികളുടെ സ്വാധീനത്തെ ശക്തമായിട്ട് എതിർത്ത ആളാണ്. സ്വന്തം പിണിയാളുകൾക്ക് വേണ്ടി, അവരുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പാർട്ടി സംവിധാനത്തെ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഒന്നാം തരം ഉദാഹരണമാണ് സുധാകരൻ. അദ്ദേഹം നിലകൊള്ളുന്നത് ഇന്നിപ്പോൾ CPM-ലെ മറ്റൊരു വിചാരധാരയ്ക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ ചിന്താധാരയ്ക്ക് എതിരായിട്ടാണ്. അധികാരത്തിന്റെ ദുർവിനിയോഗം, ധൂർത്ത്, ധിക്കാരം, അഹങ്കാരം, അതുപോലെ തന്നെ പൊതുമുതലിന്റെ ദുരുപയോഗം. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖജനാവിനെ കുറിച്ച് ആരും ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ശമ്പളവും പെൻഷനും കൊടുക്കാനും പോലും പണമില്ലാതിരിക്കുമ്പോഴാണ് കോടാനുകോടി രൂപ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏത് തെരുവിൽ ചെന്നാലും, ഏത് ഹൈവേകളിലൂടെ സഞ്ചരിച്ചാൽ, ട്രാൻസ്പോർട്ട് ബസ് ശ്രദ്ധിച്ചാൽ, അവിടെയെല്ലാം ഒരു ഫിഗർ മാത്രമാണ്, ഒരു തല മാത്രമാണ്, നമ്മുടെ പിണറായി വിജയൻ. പിണറായി വിജയന്റെ സ്വന്തമാണ് ഈ കേരളമെന്ന് തോന്നുന്നു. പിണറായി ഇല്ലെങ്കിൽ കേരളമില്ല എന്ന് ചിന്തിച്ചു പോകും. ഈ കേരളത്തെ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് വല്ലാതങ്ങ് ചിന്തിച്ചു പോകും. ആ രീതിയിൽ കോടാനുകോടി രൂപ മുടക്കിയുള്ള പ്രചാരണം, പ്രതിച്ഛായ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലും കേരളം 1-ാം നമ്പർ എന്നാ പറയുന്നത്. പക്ഷെ ഒന്നിലും 1-ാം നമ്പർ അല്ല എന്നുള്ളതാണ് വസ്തുത. ഈ ചാനലുകളിലും പത്രങ്ങളിലും വരുന്ന പരസ്യങ്ങളല്ലാതെ പ്രായോഗികമായി നോക്കുമ്പം ഒന്നിലും 1-ാമതല്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ അവിടുത്തെ സർജറി വിഭാഗം തലവൻ അവിടെ ഒരു നോട്ടീസ് പതിപ്പിച്ചു. ഇവിടെ ഒന്നുമില്ല, ഒരു സൗകര്യങ്ങളുമില്ല, ഡോക്ടർമാരില്ല, സംവിധാനങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സർജറിക്ക് വരികയാണെങ്കിൽ മരിക്കാൻ തയ്യാറായിട്ട് വരണമെന്ന്, മരിച്ചാൽ കുറ്റം പറഞ്ഞേക്കരുതെന്ന്, ഡോക്ടർമാരെ ഒന്നും പറഞ്ഞേക്കരുത്. ഭിത്തിയിൽ നിന്ന് അടർന്നു വീഴുന്ന വസ്തുക്കളിൽ നിന്ന് പോലും അണുബാധ ഉണ്ടാകാവുന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുക. നമ്മുടെ കേരളം മെഡിക്കൽ രംഗത്ത് 1-ാം സ്ഥാനത്താന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പത്രത്തിൽ പരസ്യമുണ്ട്. ആ മെഡിക്കൽ രംഗത്തെ കുറിച്ചാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ തലവൻ തന്നെ നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. ആ സംസ്ഥാനമാണിത്. അങ്ങനെ വലിയ തോതിലുള്ള പൊതുപണത്തിന്റെ ദുർവിനിയോഗം, അതുപോലെ തന്നെ പെരുകുന്ന കടം, 6 ലക്ഷം കോടി എത്തി നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കടമെന്ന് പറയുന്നത്. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് വെറും 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. ആലോചിച്ച് നോക്കണം, എന്തോ ഒരു ആഡംബരമാണ് ഈ സർക്കാർ കാണിച്ചതെന്ന്. കടം വാങ്ങിച്ച് വിത്തുകുത്തി ഉണ്ണുന്ന ഒരു സമീപനം, നയമായിരുന്നു ഈ സർക്കാരിൻ്റെത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇത് രണ്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന തോതിൽ നിൽക്കുകയാണ്. അതാണ് ഇന്ന് പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിസത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെയും ആകെ തുക എന്ന് പറയുന്നത്. ജാതിമത ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം സുധാകരൻ എന്ന് പറയുന്ന ആ വ്യക്തി ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യാനാണെങ്കിലോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ ജാതി മത ശക്തികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ചരിത്രമാണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്തൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസത്തെ പ്രതിനിധീകരിക്കുന്ന ജി സുധാകരൻ, മറുഭാഗത്ത് ചെങ്ങാത്ത മുതലാളിത്തത്തെ കൂട്ടുപിടിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ വിലക്കയറ്റം സൃഷ്ടിച്ച, തൊഴിലില്ലായ്മ സൃഷ്ടിച്ച, ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും ഒക്കെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം, അതിന്റെ പ്രതിനിധി, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും അമ്പലപ്പുഴയിൽ നടക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലടക്കം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചു. അതുപോലെ തന്നെ ചുവരെഴുത്തുകൾ ഉണ്ടായി, മുദ്രാവാക്യം വിളികളുണ്ടായി. നാളെ VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്ന് ജി സുധാകരന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പാർട്ടി പ്രവർത്തകർ, ഈ നാണികള്, അടിമക്കൂട്ടങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നേതാക്കൾ പറഞ്ഞാൽ അവരെന്തും ചെയ്യും, ഏത് കൊള്ളരുതായ്മയും കാണിക്കും. അത് CPM-ന്റെ ഒരു മുഖമുദ്രയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്ത ഈ വ്യത്യാസമുണ്ടല്ലോ. അതായത് ജി സുധാകരൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഇപ്പുറത്തെ സലാമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹം ഏത് ധാരയാണ് പ്രതികരിക്കുന്നത്? ഇത് തമ്മിലൊരു മത്സരം നടക്കുമ്പോൾ ഈ പോസ്റ്റർ എഴുതുകയും മുദ്രാവാക്യം വിളിക്കുകയും ചുവരെടുത്ത് നടത്തുകയും ചെയ്യുന്ന സഖാക്കളല്ല, ജി സുധാകരനെതിരെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മണ്ഡലത്തിലെ നിഷ്പക്ഷരായ പൊതുജന സമൂഹമാണ്. അവരിതിനെ എങ്ങനെ കാണും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. അവർ ജി സുധാകരൻ പ്രതികരിക്കുന്ന മൂല്യങ്ങളെയാണോ, അതോ ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മാറ്റി എഴുതപ്പെട്ട CPM-നെയാണോ, CPM പ്രതികരിക്കുന്ന ആശയങ്ങളെയാണോ? അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അമ്പലപ്പുഴയിൽ നിന്ന് മാത്രം 3 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമാണ് സുധാകരനുള്ളത്. അതിനുമുമ്പ് കായംകുളത്ത് നിന്ന് ഒരു വട്ടം ജയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് VS അച്യുതാനന്ദനൊപ്പം നിന്നുകൊണ്ട് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മണ്ഡലത്തിൽ മാത്രമല്ല, ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും സംഘവും പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസത്തിനെതിരെ സുധാകരൻ പറയുന്ന കമ്മ്യൂണിസം, അതിന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല, മറ്റു നിയോജക മണ്ഡലങ്ങളിലും സ്വാധീനം ഉണ്ടാകുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പിന്നെ മണ്ഡലം പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് എന്നും ആരും മറക്കരുത്. 2011 കോൺഗ്രസിന്റെ M ഡിജുവിനെതിരെ 16,580 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ജി സുധാകരൻ ഉണ്ടായിരുന്നത്. 2016 ജനതാദളായിരുന്നു ഷെയ്ഖ് പി ഹാരിസാൻ മത്സരിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 27,621 വോട്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രായം പറഞ്ഞ് മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കി. സലാം എന്ന് പറയുന്ന CPM നേതാവ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അന്ന് പിണറായി വിജയന് അനുകൂലമായിട്ടൊരു വലിയ തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു. എന്നിട്ട് പോലും സലാമിന് കിട്ടിയ ഭൂരിപക്ഷം 1125 വോട്ടായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തായാലും എന്തൊക്കെയായാലും ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വാധീന വലയം ഉണ്ട് എന്നുള്ളതാണ്. അത് UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ, അവരെ പുറത്തുനിന്ന് പിന്താങ്ങുമ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, CPM-ന് വലിയ വെല്ലുവിളി ഉയർത്തുവാൻ ജി സുധാകരന് സാധിക്കും. അത് CPM-ന് മാത്രമായിരിക്കില്ല, പിണറായി വിജയനും സംഘവും പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശൈലിക്കുള്ള ഒരു വെല്ലുവിളി കൂടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ജി സുധാകരൻ എടുത്തിട്ടുള്ള നിലപാടുകള്, അദ്ദേഹത്തിന്റെ പ്രവർത്തികള്, അദ്ദേഹത്തിന്റെ നേട്ടങ്ങള്, അത് കമ്പയർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ പിണറായി വിജയന്റെ സർക്കാരുമായി, സർക്കാരിന്റെ നയങ്ങളുമായി, നിലപാടുകളുമായി ആയിരിക്കും. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു. അക്കാലത്ത് അദ്ദേഹം പതിവായിട്ട് ശബരിമലയിലൊന്നും പോകുമായിരുന്നില്ല. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. പക്ഷെ ഭഗവാന്റെ 1/4 പവൻ പോലും ഓരോന്ന് അക്കാലത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോ PWD അവസ്ഥ എന്താ? നിരന്തരം ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് PWD-യും അതിന്റെ പ്രവർത്തനങ്ങളും മാറിയിരിക്കുക. ജി സുധാകരൻ PWD മന്ത്രിയായിരുന്നു. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കമ്പാരിസൺ, ജി സുധാകരൻ ഒരിടത്ത് അപ്പുറത്ത്, ഇന്ന് പിണറായി വിജയൻ പ്രതികരിക്കുന്ന ഇപ്പോഴത്തെ ഭരണ സംവിധാനം, കമ്മ്യൂണിസ്റ്റ് സംവിധാനം, കമ്മ്യൂണിസ്റ്റ് ശൈലി, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ, താരതമ്യം നടക്കുമ്പോൾ ജി സുധാകരൻ ഇരിക്കുന്ന തട്ടിനായിരിക്കും കനക്കൂടുതൽ. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയപ്പോഴും മിണ്ടാതിരുന്ന സഖാവാണ് ജി സുധാകരൻ. ഇപ്പോൾ അദ്ദേഹത്തിന് ചില സത്യങ്ങൾ പുറത്ത് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. അല്ലെങ്കിൽ CPM ഇങ്ങനെ ജീർണിച്ചൊടുങ്ങിപ്പോവുകയുള്ളൂ. ഒരുപക്ഷെ ആ ജീർണതയ്ക്കെതിരെ കേരളത്തിലെ CPM-ൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ഉറച്ച സംസാരമായിരിക്കും ജി സുധാകരൻ്റെത് എന്ന്
ചരിത്രം പിന്നീട് നമ്മളെ പഠിപ്പിക്കും.